ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കേരള പി സി ടോക്സ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് ഈ മാസം 28-നാണ് നമ്മുടെ 10th ലെവൽ പ്രിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജ് എക്സാം അല്ലേ. അപ്പോൾ ബാക്കി ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിട്ട് ബാക്കിയുള്ള സ്റ്റേജിലുള്ള എക്സാംസ് ഒക്കെ നടക്കുന്നതാണ്. ഇപ്രാവശ്യത്തെ 10th പ്രിലിംസിൽ നമ്മുടെ സെക്രട്ടേറിയറ്റ് OA പോലുള്ള ഇമ്പോർട്ടൻറ്റ് പോസ്റ്റിലേക്കുള്ള എക്സാം കൂടെ ഇൻക്ലൂഡഡ് ആണ് അല്ലേ. സെക്രട്ടേറിയറ്റ് OA എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ മെയിൻ ലിസ്റ്റിലുള്ള എല്ലാവർക്കും ജോലി കിട്ടിയിട്ടുള്ള ഒരു പോസ്റ്റാണ്. അപ്പൊ ഇപ്രാവശ്യത്തെ 10th പ്രിലിംസ് അത്രത്തോളം കോമ്പറ്റീഷൻ ഉള്ള എക്സാം ആണ്. അത്രത്തോളം ആളുകൾ നന്നായി പഠിച്ചിട്ട് എഴുതുന്നത് എക്സാം ആണ്. അപ്പൊ നമ്മൾ ഇത് നന്നായിട്ട് എന്തായാലും പ്രിപ്പയർ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ആവർത്തിച്ച കുറെ ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. എന്തായാലും പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറെ പേര് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും, അവർക്ക് റിവിഷനായിട്ട് യൂസ് ചെയ്യാം. അല്ല ഇനി എന്തൊക്കെയോ അവിടെ ഇവിടെയൊക്കെ പഠിച്ചവർക്ക് മസ്റ്റ് ആയിട്ട് നോക്കി പോവേണ്ട ഒരു ടോപ്പിക്കായിട്ട് ഇതിനെ ഇൻക്ലൂഡഡ് ആക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒന്നാമത്തെ ടോപ്പിക്കാണ് ജീവിതശൈലി രോഗങ്ങൾ. നമ്മുടെ മിക്ക ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കാണുന്നതാണ് ജീവിതശൈലി രോഗങ്ങൾ. ചിലപ്പോൾ 3 ഓപ്ഷൻസ് തന്നിട്ടില്ല, 4 ഓപ്ഷൻസ് തന്നിട്ടില്ല, 3 ജീവിതശൈലി രോഗങ്ങൾ അല്ലാതെ തരും. അതിൽ ഒന്ന് മാത്രം തന്നിട്ട് അതിന് കണ്ടുപിടിക്കാൻ അങ്ങനെ കുറെ LGSന്റെ വെച്ചാലും 10th പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചാലും കുറെ റിപ്പീറ്റഡ് ആയിട്ട് 1-2 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മസ്റ്റ് ആയിട്ട് നിങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്തതാണ് രോഗങ്ങളും രോഗകാരികളും. ഇതും അതുപോലെ തന്നെ 1 മാർക്കിന് എന്തായാലും മസ്റ്റ് ആയിട്ട് വരാവുന്ന ഒരു ചോദ്യമാണ് രോഗങ്ങളും രോഗകാരികളും. ചിലപ്പോൾ എവിടെ നിന്നാണ് പകരുന്നത്, ഡെങ്കിപ്പനി പകരുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കാം. മലേറിയ പകരുന്നത്, അങ്ങനെ എല്ലാ രോഗങ്ങളും പഠിച്ചു വെക്കുക. രോഗകാരികളും ഏത് കൊതുകാണ് പരത്തുന്നത് അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. അടുത്തതാണ് ധാതുക്കളും അയിരുകളും. ഓക്കെ, ഇത് അയിരുകളും ധാതുക്കളും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്തായാലും നിങ്ങൾ പഠിച്ചിട്ട് പോവുക. നമ്മുടെ LGSന്റെ എല്ലാ സ്റ്റേജിനും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ധാതുക്കളുടെയും അയിരുകൾ. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം, 1 വേർഡ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, അടുത്ത 4ാമത്തെ ടോപ്പിക്കാണ് സങ്കരയിനങ്ങൾ. നെല്ലിന്റെ, പച്ചമുളക്, അങ്ങനെ എല്ലാ വെണ്ടയുടെ, എല്ലാത്തിന്റെ, കിഴങ്ങ് വർഗ്ഗങ്ങളുടെ, പാവൽ, എല്ലാത്തിനും സങ്കരയിനങ്ങളും പഠിച്ചു വെക്കുക. ഇമ്പോർട്ടന്റ് ആണ്, കാണാതെ പഠിച്ചാൽ തന്നെ നമുക്കത് കിട്ടുള്ളൂ. ഓക്കെ, സങ്കരയിനങ്ങൾ. അടുത്തത് വിറ്റാമിനുകൾ. വിറ്റാമിനെ കുറിച്ച് പഠിക്കേണ്ട, വിറ്റാമിൻ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ, അതൊക്കെ പഠിച്ചു വെക്കുക. അടുത്തതാണ് ആരോഗ്യക്ഷേമ പദ്ധതികൾ. നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും PSC നടത്തുന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും 1-2 മാർക്കിന് കാണാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ആരോഗ്യക്ഷേമ പദ്ധതികൾ. ആർദ്രം പദ്ധതി, സമാശ്വാസം പദ്ധതി, അങ്ങനെ കുറേ പദ്ധതികളുണ്ട്. അപ്പൊ അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കുക. അടുത്തതാണ് പ്രകാശം. ഓക്കെ, പ്രകാശം, അതുപോലെ തന്നെ അഭികേന്ദ്ര ബലം, പാലായനം, അങ്ങനെ മൊഡ്യൂൾ 3, മൊഡ്യൂൾ 6 പ്രവൃത്തി ഊർജം, പവർ, ഉത്തോലകങ്ങൾ, മൊഡ്യൂൾ 8, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ പഠിച്ചു വെക്കുക. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാത്രം കുറച്ച് ടോപ്പിക്കുകളാണ് എടുത്തിട്ടുള്ളൂ. അത് മാത്രം ഒന്ന് പഠിച്ചിട്ട് പോവുക. ഓക്കെ, ഫുൾ മാർക്ക് നേടിയില്ലെങ്കിലും പകുതി 3/4 മാർക്ക് നമുക്ക് നേടാനാവുന്നതാണ്. അടുത്തതാണ് ആറ്റവും ഘടന, ആറ്റത്തിന്റെ ഘടനയും. ഓക്കെ, അടുത്തത് ലായനികൾ, പിന്നെ pH മൂല്യം, പിന്നെ നമ്മൾ ഭരണഘടന എടുക്കുകയാണെങ്കിൽ അതിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൗലികാവകാശങ്ങളും കടമകളും അതിൽ 1 മാർക്കിൽ എന്തായാലും ചോദിക്കാം. പിന്നെ ഭരണഘടനാ നിർമ്മാണ സമിതി. ഓക്കെ, അധ്യക്ഷന്മാര്, ആരൊക്കെ കമ്മിറ്റിയിൽ പങ്കെടുത്തു, അവരുടെ പേര്, നമ്മുടെ സമ്മേളനം ഏതൊക്കെ ഡേറ്റിലാണ് നടന്ന്, വർഷക്കാര്യങ്ങളൊക്കെ നന്നായി പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്തത് മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും പഠിച്ചിട്ട് പോകേണ്ട ഒരു ടോപ്പിക്കാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ആർട്ടിക്കിൾ, ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾ 42-ാം ഭേദഗതിയിലൂടെ മാറ്റിയ കുറച്ച് ആർട്ടിക്കിൾസ് ഉണ്ട്, എടുത്ത ആർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ അതൊക്കെ പഠിച്ചു വെക്കുക. പിന്നെ അതുപോലെ തന്നെ ലിസ്റ്റുകൾ, കൺകറന്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, അതിൽ ഇപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നോക്കിക്കഴിഞ്ഞാൽ കുറെ ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് വനം, പോലീസ്, അങ്ങനെയൊക്കെ തരും. എന്നിട്ട് അതിൽ ഈ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ്, അതിൽ ഉൾപ്പെട്ടത് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അപ്പൊ അതൊക്കെ പഠിച്ചു വെക്കുക. ഓക്കെ, ലിസ്റ്റുകൾ. പിന്നെ ഭരണഘടന ഭേദഗതികൾ, ആർട്ടിക്കിൾ, അനുച്ഛേദങ്ങൾ, അതൊക്കെ പഠിച്ചു വെക്കുക. പിന്നെ നദികളും ഓരോ മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നദികൾ. എവിടെ ഉത്ഭവിക്കുന്നു, ഏതൊക്കെ നദികൾ, അങ്ങനെയൊക്കെ ചോദിക്കും. ദേശീയ ജലപാതകളും പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ NW3 നമ്മുടെ കേരളത്തിലൂടെ പോകുന്നത്, അത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്തത് കൃഷി വിളകൾ. ഓക്കെ, കൃഷിനെ കുറിച്ച് പഠിച്ചു വെക്കുക. ഖാരിഫ് വിള, റാബി വിള, വിളകളും ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിച്ചു വെക്കുക. പിന്നുള്ളത് ഉത്തരപർവ്വത മേഖല.
ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും ഉറപ്പായിട്ടും ഇതൊന്നൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ് ഉത്തരപർവ്വത മേഖലയെ കുറിച്ച്. പിന്നെ ഇതൊക്കെ നമുക്ക് നോക്കി വെക്കാം. ഓക്കെ, നീതി ആയോഗ്, പ്ലാനിംഗ് കമ്മീഷൻ, ഓക്കെ, അതൊക്കെ ഒരു മാർക്കിന് ചോദിക്കാം എന്നേ ഉള്ളൂ. പിന്നെ ഉള്ളത് ട്രോഫികൾ, ഇനങ്ങൾ, വേദികൾ, പിന്നെ കായിക ഇനങ്ങൾ, അവരുടെ എണ്ണം. കായിക ഇനങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫുട്ബോളിൽ എത്ര കളിക്കാരെയാണ് കളിക്കുന്നത്, 11 കളിക്കുക അങ്ങനെയൊക്കെ ഇല്ലേ, അതാണ് ഈ കായിക ഇനങ്ങളെ എണ്ണം എന്ന് ചോദിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹോക്കിയിൽ എത്ര പേര്, ബാസ്കറ്റ് ബോള്, അങ്ങനെ വോളിബോൾ, അങ്ങനെയുള്ള കളികളിൽ എത്ര പേരാണ് കളിക്കേണ്ടത് എന്നുള്ളതാണ് ഈ എണ്ണം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. പിന്നെ കുറെ ട്രോഫികൾ, ഫുട്ബോള്, അവരുടെ വേദികൾ, നടന്ന സ്ഥലം, ആരൊക്കെ, അതൊക്കെ പഠിച്ചു വെക്കുക. പിന്നെ നമ്മളിത് കറണ്ട് അഫയറുകൾ കൂട്ടാണെങ്കിൽ പ്രധാന അവാർഡുകൾ, അവരുടെ ജേതാക്കൾ, പിന്നെ നൊബേൽ സമ്മാനം നമ്മൾ നേരത്തെ ഇപ്രാവശ്യം 2024 നൊബേൽ സമ്മാനം ചോദിക്കാൻ എന്താ ചാൻസ് ഉണ്ട്, പഠിച്ചു വെക്കുക. 2022 തൊട്ടുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അവാർഡുകൾ, ജേതാവ്, ജ്ഞാനപീഠം, പിന്നെ അതുപോലെ തന്നെ വയലാർ അവാർഡ്, കുറെ അവാർഡുകളുണ്ട്. അത് നേടിയവർ, അവർ മലയാളികൾ, എന്തിനാണ് നേടിയതെന്നും പഠിച്ചു വെക്കാം. പിന്നെ ഒളിമ്പിക്സ്, അതെന്തായാലും ചോദിക്കും കേട്ടോ. ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര, അതുപോലെ തന്നെ മനു ഭാക്കർ, PR ശ്രീജേഷ്, ഏതൊക്കെ മെഡൽ നേടി, ഏതൊക്കെ ഇനത്തിനാണ്, പിന്നെ നീരജ് ചോപ്ര എറിഞ്ഞ ദൂരം, അതൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ ഉള്ളത് ഇന്ത്യയുടെ അതിർത്തികളും അതിരുകളും, ഇതും നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ കറണ്ട് അഫെയർ ആയിട്ട് ഇതിലാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. കറണ്ട് അഫെയർ നമുക്ക് കുറേ ഉണ്ട് പഠിക്കാൻ, അപ്പോൾ അതൊക്കെ പഠിച്ചു വെക്കുക. ഒളിമ്പിക്സ് എന്തായാലും നിങ്ങൾ നോക്കിയിട്ട് പോവുക, അതേപോലെ തന്നെ നൊബേലും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ നോട്ട് ചെയ്ത് പോയിട്ട് നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനുള്ള ടോപ്പിക് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കുറേ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രമേ വെച്ചിട്ടുള്ളൂ. പഠിച്ചവരാണെങ്കിൽ അത് റിവിഷൻ ചെയ്യാൻ, നന്നായി എക്സാം എഴുതാൻ നോക്കുക. പഠിക്കാത്തവരുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും കുറച്ച് ടോപ്പിക്കുകൾ എടുത്തിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭരണഘടനയെന്നോ, ഇത് ഇപ്പം ഞാൻ പറഞ്ഞ ഒളിമ്പിക്സ്, നൊബേൽ, അങ്ങനെ സയൻസ്, വിറ്റാമിനുകളൊക്കെ ഞാൻ പറയില്ലേ ഫസ്റ്റ്, ജീവിതശൈലി രോഗങ്ങളും രോഗകാരികളും, ഇതൊക്കെ പഠിച്ചാൽ തന്നെ നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നല്ല റാങ്കിൽ വരണമെന്നുണ്ടെങ്കിൽ നന്നായി പഠിക്കുക, നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും എക്സാം നന്നായിട്ട് എഴുതുക. താങ്ക് യു.